Good morning, students. Today, we are going to deal with the topic Nature of the Linguistic Sign by Ferdinand de Saussure. So let's move on to the class. Let me share the screen. 1 second. Nature of the linguistic sign. നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്ന ഒരു എസ്സേ, ആ ഒരു വർക്ക് എന്ന് പറയുന്നത് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, അതിന്റെ ഫ്രഞ്ച് ടൈറ്റിലാണ് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കോഴ്സ് ഡി ലിംഗ്വിസ്റ്റിക് ജനറലേ. ഇപ്പോൾ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് അതിന്റെ ഫ്രഞ്ച് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഫ്രഞ്ച് വർക്ക് ആണ് എന്ന് ഓർത്തിരിക്കുക. ഫ്രഞ്ച് വർക്ക് ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കോഴ്സ് ഡി ലിംഗ്വിസ്റ്റിക് ജനറലേ, ആ ഒരു ലാംഗ്വേജ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. ഇതൊരു ലെക്ചേഴ്സ്, അതായത് നമ്മുടെ ഫെർഡിനാൻഡ് ഡി സൊഷോറിന്റെ ലെക്ചേഴ്സ് കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ കമ്പൈൽ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ചാൾസ് ബാലി ആൻഡ് ആൽബർട്ട് സെഷൈ, രണ്ട് പേര് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് കമ്പൈൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ്, അതായത് ഫെർഡിനാൻഡ് ഡി സൊഷോർ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയിൽ 1906 മുതൽ 1911 വരെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ലെക്ചേഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് എല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഫ്രഞ്ച് ലാംഗ്വേജിൽ ആദ്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. എപ്പോഴാണ്? 1916 ഇത് പോസ്റ്റ്മസ്ലി ആണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലേ? പോസ്റ്റ്മസ്ലി ആണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കാരണം ഫെർഡിനാൻഡ് ഡി സൊഷോർ അദ്ദേഹം മരണപ്പെടുന്നത് 1913 അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് പബ്ലിഷ് ചെയ്ത ഇയർ ഓർത്തിരിക്കുക, 1916 ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ചാൾസ് ബാലി ആൻഡ് ആൽബർട്ട് സെഷയും കൂടിയാണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് നമുക്കറിയാം, ഫെർഡിനാൻഡ് ഡി സൊഷോറിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ് അദ്ദേഹം. സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ് ഫെർഡിനാൻഡ് ഡി സൊഷോർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു തുടക്കം, അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് ആണ് ഈ ഒരു വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു തുടക്കം നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നു? ഈ ഒരു വർക്കിലും അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സിലും റൈറ്റിംഗിലും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1916. പോസ്റ്റ്മസ്ലി ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഈസ് ജനറലി റിഗാർഡഡ് ആസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു ലിംഗ്വിസ്റ്റിക്സ് that was established in the first half of 20th century by the Prague Linguistic Circle. ഈ പ്രേഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ ഒക്കെ 1926 വരുന്നത്. അപ്പോൾ അതിന്റെ ഒക്കെ തുടക്കം ശരിക്കും സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നൊരു പേര്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സൊഷോർ അദ്ദേഹത്തിന്റെ വർക്കിൽ, അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് അങ്ങനെ ഒരു ഫീൽഡായിട്ട് പിന്നീട് പ്രേഗ് ലിംഗ്വിസ്റ്റിക് സർക്കിളിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കീ വേർഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ഒരു വർക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ലാംഗ്വേജ്, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രഞ്ച് ലാംഗ്വേജിലാണ്, 1916 1916. അതുപോലെ ചാൾസ് ബാലിയും ആൽബർട്ട് സെഷയുടെ പേരും ഓർത്തിരിക്കുക. ഈ ഒരു ബുക്ക് അതിന്റെ പബ്ലിക്കേഷനോട് കൂടി, അതായത് 1916 ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുക, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു. എല്ലാവരും ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചിനെ സ്വീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു.
അതുകൊണ്ട് തന്നെ 1928 ആ 28നെ തന്നെ തിരിച്ചിട്ട് നമുക്കൊരു 1983 അടുത്തടുത്ത് വരുന്ന ഇയർ അല്ലെ, 28, 82 എന്ന രീതിയിലൊക്കെ നോക്കാം. അപ്പോൾ 1928, 1983 ആ ഒരു കാലയളവില് 7 ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഈ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന 1916 കമ്പൈൽ ചെയ്യപ്പെട്ട ഫെർഡിനാൻഡ് ഡി സൊഷോറിന്റെ ലെക്ചേഴ്സിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 7 ലാംഗ്വേജസിൽ ആ ഒരു ടൈം പീരീഡിലാണ്, പിന്നീട് പല ലാംഗ്വേജസിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഒരു ടൈം പീരീഡിൽ 7 ഭാഷകളിലോട്ട് ഇത് തർജ്ജിമ ചെയ്യപ്പെട്ടു. ഇനി ഏത് ഭാഷയിലോട്ട് തർജ്ജിമ ചെയ്യപ്പെട്ടാലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാലും നമ്മൾക്കത് ബാധകമല്ല. പക്ഷെ നമ്മൾക്ക് ബാധകമാകുന്നത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന വർഷമാണ്. It was translated into English in 1959. അപ്പോൾ ഈ നേച്ചർ, നമ്മളുടെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന വർക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ 2 ഇയർ വരണം. ഫ്രഞ്ചിൽ പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1916 ആണ്. ഇനി ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതാണ്? 1959 ആണ്. 1959 ആണ്. ആരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് ചോദിക്കാം. വെയ്ഡ് ബാസ്കിൻ. വെയ്ഡ് ബാസ്കിൻ ആണ്. ഓക്കെ, വെയ്ഡ് ബാസ്കിൻ ആണ് ഈ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന വർക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ചാൾസ് ബെയ്ലി, ആൽബർട്ട് സെഷെ, വെയ്ഡ് ബാസ്കിൻ ഇവരൊക്കെ ആരാണ്? 1916, 1959 ഈ ഇയറിന്റെ ഇമ്പോർട്ടൻസ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിൽ എന്താണ് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ഒരു വർക്കിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫെർഡിനാൻഡ് ഡി സൊഷോറിന്റെ ആ ഒരു പിക്ചർ കാണാൻ സാധിക്കുന്നു. ഇനി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് അദ്ദേഹത്തെ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുൻപേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോ ലോങ്ങർ റിഗാർഡഡ് ആസ് എ പെരിഫറൽ ടു അവർ ഗ്രാസ് ഓഫ് ദി വേൾഡ് വി ലിവ് ഇൻ ബട്ട് ആസ് സെൻട്രൽ ടു ഇറ്റ്. ലാംഗ്വേജിനെ ഒരു സെൻട്രൽ എലിമെന്റ് ആയിട്ടായിരുന്നു ഫെർഡിനാൻഡ് ഡി സൊഷോർ കണ്ടിരുന്നത്. പക്ഷെ അതിനു മുൻപ് അങ്ങനെ അല്ലായിരുന്നു. ലാംഗ്വേജിനെ ജസ്റ്റ് ഒരു നെയിമിംഗ് ആയിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷെ ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സൊസൈറ്റിയുടെ സെൻട്രൽ എലിമെന്റ് ആണ് ഭാഷ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ലെക്ചറിലൂടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫെർഡിനാൻഡ് ഡി സൊഷോർ എന്ന് പറയുന്നത്. ഇനി വാക്കുകൾ എന്ന് പറയുന്നത് മിയർ വോക്കൽ ലേബിൾസ് അല്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ, ഒരു വസ്തുവിനെ ഒരു പേര് പറഞ്ഞ് വിളിക്കുന്നു എങ്കിൽ അത് മിയർ ഒരു വോക്കൽ ലേബിൾ അല്ല. അത് എന്തോ ഒരു ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പേര് അതിന് ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സയൻസിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു വസ്തുവിനെ ഇപ്പോൾ നമ്മൾ നിങ്ങളിപ്പോ ഫോണിലോ ലാപ്ടോപ്പിലോ ആയിരിക്കും ഈ ഒരു ക്ലാസ് കാണുന്നത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് എന്നോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നോ വിളിക്കുന്നെങ്കിൽ അതൊക്കെ ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെയും അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പേര് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു നേച്ചറാണ് ഭാഷയ്ക്കുള്ളത്. അല്ലാതെ അത് ജസ്റ്റ് ഒരു നെയിമിംഗ് പ്രോസസ്സ് മാത്രമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി 20th സെഞ്ചുറിയിൽ നമ്മൾ ഈ ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഹ്യൂമൻ സയൻസിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് എല്ലാം ലാംഗ്വേജിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ലിംഗ്വിസ്റ്റിക്സിലാണെങ്കിലും ഫിലോസഫിയിലാണെങ്കിലും സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇവിടെയൊക്കെ നമ്മൾക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഫെർഡിനാൻഡ് ഡി സൊഷോർ അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സുമായിട്ട് മുന്നോട്ട് വരുന്നു. അദ്ദേഹം ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. സ്വിസ് ലിംഗ്വിസ്റ്റ് ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് വരാം. അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കൂ. സ്വിസ് ലിംഗ്വിസ്റ്റ്, സെമിയോട്ടിഷ്യൻ, ഫിലോസഫർ. സ്വിസ് ലിംഗ്വിസ്റ്റ്, സെമിയോട്ടിഷ്യൻ ആൻഡ് ഫിലോസഫർ ആണ് ആര്? ഫെർഡിനാൻഡ് ഡി സൊഷോർ. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം
1857 to 1913 വരെയാണ്. ഈ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഫ്രഞ്ച് ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1916 പോസ്റ്റ്മസ്ലി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. He is widely considered as one of the founders of 20th century സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ അല്ലെങ്കിൽ മോഡേൺ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന രീതിയിലൊക്കെ നമ്മൾ ആരെ വിശേഷിപ്പിക്കാറുണ്ട്? ഫെർഡിനൻഡ് ഡി സൊഷോറിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ സെമിയോട്ടിക്സിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സിന്റെ പേര് കൂടി നമ്മൾ ചേർത്ത് വായിക്കാറുണ്ട്. അതുകൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ലിയോനാർഡ് ബ്ലൂംഫീൽഡ് സോഷറിന്റെ വർക്ക്സിലൂടെ കടന്നുപോയതിനു ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹി ഹാസ് ഗിവൺ us the theoretical basis for a science of human speech. ഹ്യൂമൻ സ്പീച്ചിന് ഒരു തിയററ്റിക്കൽ ബേസിസ് ആണ് അദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ലിയോനാർഡ് ബ്ലൂംഫീൽഡ് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്ക്സിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ഇവിടെ നമ്മൾ സെമിയോട്ടിക്സ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു സെമിയോട്ടിഷ്യൻ ആണ് എന്നൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഈ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഈ വർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. എന്താണ് സെമിയോട്ടിക്സ്? സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ, മീനിങ് മേക്കിംഗ്, സെമിയോസിസ് ഒരു സൈൻ പ്രോസസ് ആണ്, ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് മീനിങ്. ഓക്കെ, അപ്പോ ഒരു മീനിങ്, ഒരു വാക്ക്, അതിന്റെ മീനിങ് എങ്ങനെ വരുന്നു? സ്റ്റഡി ഓഫ് സൈൻസ്, അതിനെ കുറിച്ചുള്ള ആ ഒരു സൈൻ എങ്ങനെയൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു, ആ സൈനിന് എങ്ങനെയാണ് ഒരു മീനിങ് പ്രാപ്തമാകുന്നത്, ആ ഒരു പ്രോസസ് എന്താണ്, എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് മീനിങ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെമിയോട്ടിക്സില് ഒരു സൈൻ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, ഒരു മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന മീനിങ് ഉണ്ട്, അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള മീനിങ്ങും ഫീലിങ്സും ഒക്കെ ആ ഒരു സൈൻ, ആ ഒരു പെർട്ടിക്കുലർ സൈനിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് ഈ സൈൻ സെമിയോട്ടിക്സും ലിംഗ്വിസ്റ്റിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. ചിന്തിച്ചു നോക്കൂ. അതായത് ഈ സയൻസ് എന്ന് പറയുമ്പോൾ വേർബൽ ലാംഗ്വേജില് ഈ സയൻസ് എന്ന് പറയുന്നത് വേർബൽ ലാംഗ്വേജ് മാത്രമല്ല, അതിൽ ജെസ്റ്റേഴ്സ്, ആംഗ്യഭാഷയിലൂടെ നമ്മൾക്ക് മീനിങ് കൺവേ ചെയ്യാം, മ്യൂസിക്കിലൂടെയും പെയിന്റിങ്ങിലൂടെയും ഒക്കെ മീനിങ് കൺവേ ചെയ്യാം അല്ലെ? അങ്ങനെയൊക്കെ മീനിങ് കൺവേ ചെയ്യുന്നില്ലേ? നമ്മൾ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ പല സൈൻസ് കാണുന്നു അല്ലെ? സീബ്ര ക്രോസിംഗ്, അതൊക്കെ ഓരോ സൈനാണ്, അതൊക്കെ പല മീനിങ് കൺവേ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ അത് വേർബൽ ലാംഗ്വേജിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അല്ലെ? അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് വേർബൽ ലാംഗ്വേജിലോട്ട് ഒതുങ്ങി നിൽക്കുന്നു. സെമിയോട്ടിക്സ് ഈ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്ന നോൺ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സൈൻ സിസ്റ്റത്തെ കുറിച്ച് കൂടി സെമിയോട്ടിക്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, സെമിയോട്ടിക്സ് നോൺ ലിംഗ്വിസ്റ്റിക് സൈനിനെ കുറിച്ചും പഠിക്കുന്നു. ലിംഗ്വിസ്റ്റിക്സിൽ വേർബൽ ലാംഗ്വേജിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ സെമിയോട്ടിക്സിൽ നോൺ ലിംഗ്വിസ്റ്റിക് സൈനിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഓക്കെ, സെമിയോട്ടിക്സിന്റെയും ലിംഗ്വിസ്റ്റിക്സിന്റെയും ഡിഫറൻസ് ക്ലിയർ ആയോ? അതായത് ഇതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ലിംഗ്വിസ്റ്റിക്സിൽ നമ്മൾ വേർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ സ്വപ്നങ്ങളെ കുറിച്ച് അതിന്റെ മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ് അദ്ദേഹം? സ്വപ്നങ്ങളുടെ മീനിങ് കണ്ടെത്താനായിട്ട് നമ്മളെയൊക്കെ പ്രേരിപ്പിച്ച, അതിനെക്കുറിച്ച് റിസർച്ചുകളും ഒക്കെ, അതെ, ഫ്രോയിഡ് ആണ് അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ സെമിയോട്ടിക്സിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വർക്ക്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം സ്വപ്നങ്ങൾക്ക് വരെ മീനിങ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ഈ സ്വപ്നങ്ങൾക്ക് നമുക്കൊരു ലാംഗ്വേജ് എന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല അല്ലെ? അത് മറ്റൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിലും എന്താണ്
അതിലെ ഇമേജസും അതിലെ സൗണ്ട്സും അതിലെ ആ ഒരു സെൻസേഷൻ അതൊക്കെ വെച്ചിട്ട് അവിടെയും മീനിങ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അതൊരു നോൺ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡ്രീം എന്ന് പറയുന്നത്. അവിടെയും മീനിങ് നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് സൂചിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സും സെമിയോട്ടിക്സും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കി തരുന്ന ഒരു എക്സാമ്പിൾ ആണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെത്. ഇനി എന്തുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റഡി ഓഫ് പോയട്രി എന്തുകൊണ്ടാണ് മാത്യു അർണോൾഡ് എഴുതിയത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ വേർഡ്സ്വർത്ത് എന്തുകൊണ്ട് പ്രിഫേസ് പബ്ലിഷ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോട്ടിലോട്ട് ഫെർഡിനൻഡ് ഡി സൊഷോർ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഭാഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ സൊഷോറിന്റെ മുൻപിൽ ആ ഒരു കാലഘട്ടത്തിൽ ഭാഷ എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് അതൊരു നെയിമിംഗ് പ്രോസസ്സ് മാത്രമായിരുന്നു. ഇറ്റ് വാസ് എ സിസ്റ്റം ഓഫ് നെയിമിംഗ്, നോമൻക്ലേച്ചർ, ഒരു നെയിമിംഗ് പ്രോസസ്സ് മാത്രമായിരുന്നു. ഈ സയൻസിലൊക്കെ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ പേര് നൽകുന്നത് പോലെ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തൊരു പേര് നൽകുന്നു. ഒരു നെയിമിംഗ് പ്രോസസ്സ് മാത്രമായിരുന്നു. നോമൻക്ലേച്ചർ മാത്രമായിരുന്നു. അപ്പോൾ ഈ നോമൻക്ലേച്ചർ വ്യൂ എന്ന് പറയുന്നത് ലാംഗ്വേജിനെ വെറും ഒരു വേർഡും അത് റെഫർ ചെയ്യുന്ന ഒരു സംഭവവും അതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വേർഡ് കൊടുക്കുന്നു അല്ലെ, അതിന്റെ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അതിന് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഫെർഡിനൻഡ് ഡി സൊഷോറിന്റെ തിയറീനെ നമ്മൾ വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത് വലിയൊരു സംഭവം. ഇന്ന് നമ്മൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് ആ ഒരു അപ്രോച്ചിൽ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോമൻക്ലേച്ചർ ഒരു നെയിമിംഗ് പ്രോസസ്സ് മാത്രമായിട്ട് ഭാഷയെ കണ്ടിരുന്ന ഒരു കാലഘട്ടം, ഭാഷയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ റിലേഷണൽ ആസ്പെക്റ്റിനെ കുറിച്ചും ഒന്നും ബോധേഡ് അല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിലോട്ട് അദ്ദേഹം പോകുന്നത്. അവിടെയാണ് നമ്മൾ ആ ഒരു സൊഷോർസ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഷിഫ്റ്റ് എന്തായിരിക്കും? ലാംഗ്വേജ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നെയിമിംഗ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് നെയിമിംഗ്. അത് ഒരു നെയിമിംഗ് സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്? SIGNS എന്ന് പറയുന്ന സയൻസ്. കമന്റ് ചെയ്യൂ. ലാംഗ്വേജ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നെയിമിംഗ് ആൻഡ് ബട്ട് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ്. അവിടെ മീനിങ് എങ്ങനെയാണ് ഒരു സൈനിന് കിട്ടുന്നത്? ഒരു സൈൻ എങ്ങനെയാണ് നമ്മൾ മീനിങ് കൊടുക്കുന്നത്? മീനിങ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈൻസ് ദെംസെൽവ്സ്. ആ സൈൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെ മീനിങ്സ് കൺവേ ചെയ്യപ്പെടുന്നു. അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത പേരുകൾ നൽകുന്ന സയൻസ്, നമ്മൾ ഈ സയൻസിലൊക്കെ കാണുന്നത് പോലെയുള്ള നെയിമിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നതല്ല ഭാഷ. ഭാഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ്. The meaning is derived from the relationship between signs themselves. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഭാഷയെ ഞാൻ സപ്പോസ് ഒരു നെയിമിംഗ് സിസ്റ്റം ആയിട്ട് കാണുകയാണ് എന്ന് വിചാരിക്കുക. ഒരു നെയിമിംഗ് സിസ്റ്റം ആയിട്ട് ഞാൻ ഭാഷയെ കാണുന്നു, നോമൻക്ലേച്ചർ സിസ്റ്റം ആയിട്ട് ഭാഷയെ കാണുന്നു എങ്കിൽ ആ ഒരു വേർഡ് ഞാനിപ്പോ സയൻസിലൊക്കെ കൊടുക്കുന്നത് പോലെ ആയിരിക്കും ഞാൻ കാണുക. അതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് അവയർനെസ് ഇല്ലാതെ പോകും അല്ലെ. ആ വാക്കിന്റെ ഒറിജിൻ, ആ വാക്കും അതിന്റെ മീനിങ്ങുമായിട്ടുള്ള റിലേഷനെ കുറിച്ചൊന്നും ഞാൻ അവിടെ ബോധേഡ് അല്ല. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ്. ഭാഷയെ ജസ്റ്റ് ഒരു നെയിമിംഗ് സിസ്റ്റം ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. അതൊരു വോക്കൽ എൻറ്റിറ്റി ആയിട്ട് മാത്രം നിലനിൽക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പൂച്ചയെ പൂച്ച എന്ന് വിളിക്കുന്നു. അതിന്റെ ആ ഒരു ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചോ റിലേഷനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു വോക്കൽ എൻറ്റിറ്റി. പൂച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകുന്നു. അപ്പോൾ അവിടെയും ഒരു വ്യക്തമായ ധാരണ ഇല്ലാതെ പോകുന്നു. ഇനി ചില വാക്കുകൾ സൈക്കോളജിക്കൽ എൻറ്റിറ്റി ആയിരിക്കും.
ഇവിടെ നമ്മൾ ഈ സാപ്പിർ വോർഫിന്റെ തിയറിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാപ്പിർ വോർഫിന്റെ തിയറി ഉണ്ട്. അതില് നമ്മളിപ്പോ അപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. ഈ അപ്പം ഞാൻ ജപ്പാനിൽ കൊണ്ടേ വെച്ചിട്ട് ജപ്പാനിലെ ആൾക്കാരോട് പറയുകയാണ്, അപ്പത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിഷാണ്, അപ്പവും എന്താ പറയുക, അതിന്റെ കൂടെ എന്താണ് അതിന്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം ആ സൈക്കോളജിക്കൽ എൻറ്റിറ്റി വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇടിയപ്പം ആയിക്കോട്ടെ, അവർക്ക് നമുക്കൊരു ന്യൂഡിൽസ് പോലുള്ള ഒരു സംഭവം എന്ന രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ന്യൂഡിൽസ് പോലെയല്ല, എന്നാലും അതിന്റെ ഒരു ഷേപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെ. ഇപ്പൊ സൈക്കോളജിക്കൽ എൻറ്റിറ്റി ആ ഒരു സംഭവം പോലും നമ്മൾ ഭാഷയെ എന്തായിട്ട് കാണുമ്പോൾ, ഭാഷയെ നമ്മൾ ഒരു നെയിമിംഗ് പ്രോസസ് ആയിട്ട് കാണുമ്പോൾ അതിന്റെ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഇല്ലാതെ പോകും. അത് മിയർ ഒരു വോക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറും. ഒരു സൗണ്ട് മാത്രമായിട്ട്, പൂച്ച ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ പോലും നമ്മൾക്ക് ആ ഒരു ഷെയർഡ് കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഭാഷയെ നെയിമിംഗ് പ്രോസസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നമ്മളുടെ സോഷോർ പറയുന്നു, a linguistic sign is not a link between a thing and a name, but between a concept and a sound pattern. ഈ ലിംഗ്വിസ്റ്റിക് സൈൻ നമ്മൾ പറയുന്നത് it is not a link between a thing and a name. ഒരു വസ്തുവിന്റെയും പേരും തമ്മിലുള്ള റിലേഷൻ അല്ല ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? കോൺസെപ്റ്റ് ആൻഡ് സൗണ്ട് പാറ്റേൺ. കോൺസെപ്റ്റ് ആൻഡ് സൗണ്ട് പാറ്റേൺ തമ്മിലുള്ള റിലേഷൻ ആണ്. ഒരു കോൺസെപ്റ്റും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് പാറ്റേൺ. ഓക്കെ, കോൺസെപ്റ്റ് ആൻഡ് സൗണ്ട് പാറ്റേൺ. ഈ വരി പഠിച്ചു വെച്ചോളുക. എ ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് നോട്ട് എ ലിങ്ക് ബിറ്റ്വീൻ എ തിങ് ആൻഡ് എ നെയിം, ബട്ട് ബിറ്റ്വീൻ എ കോൺസെപ്റ്റ് ആൻഡ് എ സൗണ്ട് പാറ്റേൺ. ഓക്കെ, ഇതൊരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ലിംഗ്വിസ്റ്റിക് സൈൻ? ഒരു തിങ്ങും അതിന്റെ പേരും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്നതാണോ ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്? അല്ല, ഒരു കോൺസെപ്റ്റും സൗണ്ട് പാറ്റേണും തമ്മിലുള്ള കണക്ഷൻ ആണ്, റിലേഷൻ ആണ്. We must understand that sound pattern is not actually the sound, but our psychological impression of that sound. ഇവിടെ നിങ്ങളൊക്കെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വിശക്കാനൊക്കെ തുടങ്ങും അല്ലെ? അപ്പോൾ ബർഗർ എന്ന പേര് നിങ്ങൾ കേൾക്കുകയാണ്. ബർഗർ എന്ന് ഞാൻ പറയുന്നു, വിത്ത് സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ബർഗറിനെ കുറിച്ച് ഫാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഫാസ്റ്റിംഗ് ആണല്ലേ? അപ്പോ ബർഗർ എന്ന് പറയുന്ന ഞാൻ പേര് പറയുന്നു, നിങ്ങൾ സൗണ്ട്, ആ ഒരു പേര് എലോങ് വിത്ത് സൗണ്ട് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ, ഒരു സൈക്കോളജിക്കൽ ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ വന്നിട്ടില്ലേ? വന്നോ? യെസ് ഓർ നോ? യെസ് അല്ലേ? ഒരു സൈക്കോളജിക്കൽ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു അല്ലേ? ഇനി നിങ്ങൾ തന്നെ മനസ്സിൽ വിത്തൗട്ട് സൗണ്ട് ആ ഒരു പേര് പറയുമ്പോൾ ഒന്ന് കണ്ണടച്ച് ആ ഒരു പേര് പറയുന്നു, നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ മെക്ഡൊണാൾഡ്സിന്റെ ആണെങ്കിലും KFC ആണെങ്കിലും ചിക്കിങ് ആണെങ്കിലും ഒക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ കടകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇംപ്രിന്റ്സ് വരുന്നുണ്ടോ എന്ന് നോക്കൂ അല്ലേ? അപ്പോ ഒരു ഇത് വിത്ത് സൗണ്ട് ഓർ വിത്തൗട്ട് സൗണ്ട് അതിന് ആ ഒരു സൈക്കോളജിക്കൽ ഇംപ്രഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ? ഒരു സൗണ്ട് പാറ്റേൺ വിത്ത് ഓർ വിത്തൗട്ട് സൗണ്ട് അതിനെന്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു? ആ ഒരു സൈക്കോളജിക്കൽ ഇംപ്രഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു സൈൻ എന്ന് പറയുന്നത് അതൊരു സൗണ്ട് പാറ്റേൺ ആണ്, ആസ് വെൽ ആസ് ദി കോൺസെപ്റ്റ്.
എ സൈൻ എന്ന് പറയുന്നത് എ സൈൻ ഈസ് ഈക്വൽ ടു സൗണ്ട് പാറ്റേൺ പ്ലസ് കോൺസെപ്റ്റ്. എ സൈൻ എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് പാറ്റേൺ പ്ലസ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സോഷർ ഈ സൈനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സൈനിനെ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ സൈൻ എന്ന് പറയുന്നത് സൗണ്ട് പാറ്റേണുമാണ് ആസ് വെൽ ആസ് ദി കോൺസെപ്റ്റുമാണ്. ആ സൗണ്ട് ഇല്ലാതെ നോക്കിയപ്പോഴും നമ്മൾക്ക് ആ ഒരു ഇമേജസ് കാണാനായിട്ട് സാധിച്ചു അല്ലേ? അപ്പോൾ സൈനിനെ അദ്ദേഹം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. He replaces the term concept with signification അല്ലെങ്കിൽ signified. സിഗ്നിഫൈഡുമായിട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫൈഡ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ നമ്മളുടെ ബർഗറിനെ കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് സിഗ്നിഫൈഡ് ആണ് അല്ലെ? ബർഗർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള ആ പിക്ചർ സിഗ്നിഫൈഡ് ആണ്. ഓക്കെ, ഇനി സിഗ്നൽ അതെന്താണോ, ഏത് പേര് ബർഗർ എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് ആ പിക്ചർ മനസ്സിൽ കാണാൻ സാധിച്ചത്? അതൊരു സിഗ്നിഫയർ ആണ്. ഓക്കെ, സിഗ്നിഫൈഡും സിഗ്നിഫയറും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ആ ഒരു സൈൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതിന്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമ്മൾക്ക് ഇവിടെ കാണാം. അതായത് ആപ്പിൾ അല്ലെ? ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടാലും നിങ്ങളുടെ മനസ്സിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു റെഡ് റൗണ്ട് ജ്യൂസി ഫ്രൂട്ടിന്റെ ഇമേജ് വരും അല്ലെ? അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്ന സിഗ്നിഫയർ, ആ സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു മെന്റൽ ഇമേജും കൂടി ചേർന്നപ്പോൾ ഒരു സൈൻ നമ്മളുടെ അവിടെ രൂപപ്പെട്ടു. ഒരു സൈൻ അല്ലെ? ആപ്പിൾ എന്ന് പറയുന്ന സൈൻ നമ്മൾക്ക് കിട്ടുന്നു. ആ സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റും. അപ്പോൾ ഫെർഡിനാൻഡ് ഡി സൊഷോർ പറയുന്നത് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള രണ്ട് കോമ്പണൻസിന്റെ കോമ്പിനേഷൻ ആണ്. അത് ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. സൈൻ ഈസ് ഈക്വൽ ടു സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ്. ഞാൻ ബർഗർ എന്ന് പറഞ്ഞത് സിഗ്നിഫയർ ആണ്. സിഗ്നിഫൈഡ് ആയത് എന്താണ്? ആ ബർഗറിന്റെ ഇമേജ് ആണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ബർഗർ എന്ന് പറയുന്ന സൈൻ ആയിട്ട് മാറുന്നു. സൈൻ ഈസ് ഈക്വൽ ടു സിഗ്നിഫൈഡ് പ്ലസ് സിഗ്നിഫയർ അല്ലെങ്കിൽ സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ്. ഓക്കെ, അപ്പൊ ഈ സിഗ്നിഫയർ എന്ന് പറയുന്നത് സൗണ്ട് പാറ്റേൺ ആണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ബർഗർ എന്ന് വല്ലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു, KFCയിൽ ഓഫർ ഉണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളുടെ മൗത്ത് വാട്ടർ ചെയ്യും അല്ലെ? ആ ഒരു പിക്ചർ ഇമേജ് വന്നത് കൊണ്ടല്ലേ അല്ലെ? ദ സിഗ്നിഫയർ ഈസ് ദി സൗണ്ട് പാറ്റേൺ ഓർ ഇറ്റ്സ് റിട്ടൺ റെപ്രസെന്റേഷൻ ആവാം. ഓക്കെ, അപ്പൊ സൗണ്ട് ഇല്ലാതെയും നമ്മൾക്ക് ചിന്തിക്കാമെന്ന് നമ്മളൊരു കണ്ണടച്ച് ബർഗർ എന്ന് ഓർത്തപ്പോഴും നമുക്ക് ആ ഒരു പിക്ചർ കിട്ടി അല്ലെ? അപ്പൊ സിഗ്നിഫയർ ഈസ് ദി സൗണ്ട് പാറ്റേൺ ഓർ ഇറ്റ്സ് റിട്ടൺ റെപ്രസെന്റേഷൻ ഓഫ് എ വേർഡ്. ഇനി സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് ആണ്, മെന്റൽ പിക്ചർ ആണ്, ഓർ ദി മീനിങ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഇനി ഇതൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ വൈഫൈ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഇത് കേൾക്കുക. സൗണ്ട് വിത്ത് സൗണ്ട് നിങ്ങൾ കേൾക്കുകയാണ്, വിത്തൗട്ട് സൗണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് ഈ പേരുകൾ പറയാം. അപ്പൊ എന്തൊക്കെ സിമ്പിൾ ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് നോക്കുക. വൈഫൈ ഒരു സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. മാംഗോ, ക്വസ്റ്റ്യൻ മാർക്ക്, പീസ്, ഹൗസ്. ഓക്കെ, ഓരോ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഇതൊന്നും ഈ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ഫെർഡിനാൻഡ് ഡി സൊഷോറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. വൈഫൈ, മാംഗോ, ക്വസ്റ്റ്യൻ മാർക്ക്, പീസ്, ഹൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോ സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വന്നോ? പറയൂ. യെസ്, വൈഫൈ എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. മാംഗോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സിമ്പിൾ വന്നിട്ടുണ്ടാവണം. ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ? പീസ് എന്ന് പറയുമ്പോൾ ഒലീവ് ഇലകളും എടുത്ത് പറക്കുന്ന ആ ഒരു ഡവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാകണം. ഹൗസ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സിമ്പിൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ സൈൻ ഈസ് ഈക്വൽ ടു സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ് ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു അല്ലെ? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? വലിയ ഇതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല അല്ലേ? സൊഷോറിനെ ഏറ്റവും ടഫായിട്ടാണ് നമ്മൾ പൊതുവെ എടുക്കാറ്. While explaining the nature of the linguistic sign, Saussure concluded that the sign has two crucial characteristics or principles. ഈ സൈനിന് രണ്ട് ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്.
2 ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞത് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. അതായത് ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 2 പ്രിൻസിപ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി. ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി എന്താണിതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ഇത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ദി സൈൻ, ദ സിഗ്നിഫയർ ഓർ ദ സിഗ്നൽ ഈസ് ലീനിയർ ഇൻ ക്യാരക്ടർ. ഇപ്പൊ 2 കീവേഡ്സ് നിങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ 2 പ്രിൻസിപ്പിൾസിലെ 2 കീവേഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് ആർബിട്രറി, ഒന്ന് ലീനിയർ. സൈൻ ഈസ് ആർബിട്രറി, സൈൻ ഈസ് ലീനിയർ. സൈൻ ഈസ് ആർബിട്രറി, സൈൻ ഈസ് ലീനിയർ. ഈ 2 പ്രിൻസിപ്പിൾസിനെ ഓർത്തെടുക്കാനായിട്ട് വല്ല പാടുണ്ടോ? ഈ പേരുകൾ ഇനി അതെന്താണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളോ എന്ന് ചിന്തിക്കും. ഓക്കെ, ആർബിട്രറി ആൻഡ് ലീനിയർ. ഈ ആർബിട്രറി എന്ന് പറയുമ്പോൾ റാൻഡം ആണ്, വിത്തൗട്ട് എ സ്പെസിഫിക് റീസൺ. അതായത് ഞാനിപ്പോ ആപ്പിളിനെ ആപ്പിൾ എന്ന് വിളിക്കുന്നത് ഈ ആപ്പിൾ എന്ന വാക്കും യഥാർത്ഥ ആ ഒരു ഫ്രൂട്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനിപ്പോ പൂച്ചയെ പൂച്ച എന്ന് വിളിക്കുന്നു എങ്കിൽ ഈ പൂച്ച എന്ന വാക്കും പൂച്ച എന്ന ആനിമലും തമ്മിൽ ഒരു ബന്ധവുമില്ല, അല്ലേ? അപ്പൊ ആർബിട്രറി എന്ന് പറയുന്നത് റാൻഡം ആണ്, വിത്തൗട്ട് എ സ്പെസിഫിക്, ഒരു കാരണവുമില്ലാതെ നമ്മൾ എന്തോ വിളിക്കുന്നു, അല്ലെ? ഒരു പേര് നൽകുന്നു, ഒരു കാരണവുമില്ലാതെ ഒരു പേര് ഒരു വസ്തുവിന് നൽകുന്നു അല്ലെങ്കിൽ ഒരു ജീവിക്ക് നൽകുന്നു. അതിനെയാണ് ആർബിട്രറി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതായത് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി സൈൻ ആൻഡ് ദി ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആൻഡ് ദി ഓബ്ജെക്ട് ഈസ് കംപ്ലീറ്റ്ലി റാൻഡം. ഇത് റാൻഡം ആണ്. ആൻഡ് ദർ ഇസ് നോ ഇൻഹറന്റ് കണക്ഷൻ. ഒരു ഇന്റേണൽ കണക്ഷൻ അവിടെ ഇല്ല. ഒരു ഇന്റേണൽ കണക്ഷൻ അവിടെ ഇല്ല. എന്ത് തമ്മില്? സൈനും അത് അതിന്റെ ആ ഒരു ഓബ്ജക്റ്റും തമ്മിൽ. ഇപ്പൊ ബർഗർ എന്ന് പറഞ്ഞു, ആ ബർഗറും യഥാർത്ഥ ബർഗറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ആപ്പിളിന്റെ എക്സാമ്പിൾ എടുക്കുക, പൂച്ചയുടെ എക്സാമ്പിൾ എടുക്കുക, ബർഗറിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആർബിട്രറി ഓക്കെ ആയി. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മളുടെ സൊഷോർ അദ്ദേഹത്തിന്റെ ഈ വർക്കില് അദ്ദേഹത്തിന്റെ ലെക്ചറിൽ കൊടുത്ത എക്സാമ്പിൾ ഒരു ട്രീയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ട്രീ. ഞാൻ ട്രീ ഒരു സിഗ്നിഫയർ ആണ്. ട്രീ എന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ഒരു വുഡി പ്ലാന്റിന്റെ ഇമേജ് വരുന്നു, അല്ലെ? നിങ്ങൾ ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ട്രീ ഓർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവണം, അല്ലേ? ഇപ്പൊ ട്രീ എന്ന് പറയുന്ന ഞാൻ ട്രീ എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട്, ആ സൗണ്ട് പാറ്റേൺ നിങ്ങളെ ഒരു മെന്റൽ ഇമേജിലോട്ട് കൊണ്ടുപോയി, അല്ലേ? അപ്പോ സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, സൈൻ. ട്രീ അങ്ങനെ ഒരു സൈൻ ആയിട്ട് മാറി. പക്ഷെ ശരിക്കും ഈ ട്രീ എന്ന് പറയുന്ന വാക്കും ആ ഒരു മെന്റൽ ഇമേജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ബാവ് ട്രീ കൊള്ളാം, HSAയുടെ ഒരു ഇഫക്റ്റ്, അല്ലേ? ട്രീയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതാണ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. ദി ആർബിട്രറി നേച്ചർ ഓഫ് ദി ലിംഗ്വിസ്റ്റിക് സൈൻ ആണ് ഇവിടെ അദ്ദേഹം ഈ ട്രീ എന്ന് പറയുന്ന എക്സാമ്പിളിലൂടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹം ഒരു പിക്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. പല ലാംഗ്വേജസിൽ ട്രീനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജർമ്മനില് ബോം എന്ന് പറയുന്നു, ഫ്രഞ്ചില് ആർബ്ര എന്ന് പറയുന്നു. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ വേറെ ആയിരിക്കും കേട്ടോ. ഹിന്ദിയില് പേഡ് എന്ന് പറയുന്നു, സ്പാനിഷില് അർബോൾ, ഇറ്റാലിയനില് ആൽബറോ, ജാപ്പനീസില് ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഈ ഏത് പേര് കൊടുത്താലും ഇത് ട്രീ ആണ്. പക്ഷെ ഈ പേരുകൾ തമ്മിൽ ഒരു ബന്ധവും ഈ ട്രീയുമായിട്ടില്ല, അല്ലെ? ആ ഒരു ആർബിട്രറിനെസ് ഷോക്കേസ് ചെയ്യാനായിട്ട് നമ്മളെ ഫെർഡിനാൻഡ് ഡി സൊഷോർ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണിത്. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു ഇന്റേണൽ കണക്ഷനും ഇല്ല. പല ലാംഗ്വേജിൽ പല വാക്കുകളാണ് മരം എന്നതിന് പകരം ഉപയോഗിക്കപ്പെടുന്നത്. പല ഭാഷകളിൽ പല വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രീനെ സിംബലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കും ആ ഒരു ഓബ്ജക്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആർബിട്രറി റിലേഷൻഷിപ്പ് ആണ്. ഇനി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു സംഭവം കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും ഫെർഡിനാൻഡ് ഡി സൊഷോർ ആ വർക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ട്രീയുടെ എക്സാമ്പിൾ സൊഷോർ കൊടുത്തിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു ഒരു ചൈനീസ്, ഈ
ചൈനക്കാർക്ക് അവരുടെ എംബററിന്റെ മുമ്പിൽ പോയിട്ട് 9 പ്രാവശ്യം ഇങ്ങനെ ബോ ചെയ്യുന്ന ഒരു കസ്റ്റം ഉണ്ട്. ഓക്കെ, 9 പ്രാവശ്യം ഇങ്ങനെ തല കുനിച്ച് അവരുടെ റെസ്പെക്ട് ഷോക്കേസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 9 പ്രാവശ്യം ചെയ്യുന്ന ഒരു പേഴ്സൺ ബോയിങ് ടു എൻ എംബറർ, അതൊരു എന്താണ്, അതും ഒരു ആർബിട്രറി ലിംഗ്വിസ്റ്റിക് സൈൻ ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമസ്തേ എന്ന് പറയുന്നതായിരിക്കാം ഒരു പക്ഷെ റെസ്പെക്ട് ഷോ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലേ? അതുപോലെ ഇപ്പൊ ചൈനയിലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 9 പ്രാവശ്യം അവർ ബോ ചെയ്യണം. ഇങ്ങനെ ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ബോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ആർബിട്രറിനെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദർ ഇസ് നോ ഇൻഹെറന്റ് നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ജെസ്റ്റർ ഓഫ് ബോയിങ് ആൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് റെസ്പെക്ട്, അല്ലെ? അവർ ബോയിങ് അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് നമസ്തയാണ് പറയുന്നതെങ്കിൽ പോലും there is no inherent connection between the gesture and the concept of respect, അല്ലേ? അപ്പൊ അത് നമ്മളുടെ എന്താ പറയുക, അത് ഒരു കൾച്ചറലി ഡിഫൈൻഡ് ആയിട്ടുള്ള കൺവെൻഷൻ ആണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ നമസ്തേ പറയുന്നു, ചൈനയിലാണെങ്കിലും ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നത്. അതൊരു സോഷ്യൽ റൂൾ ആണ്, അല്ലെ? അതൊരു നാച്ചുറൽ എക്സ്പ്രഷൻ അല്ലേ. എല്ലാ കൺട്രിയിലും ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള കൾച്ചറലി ഡിഫൈൻഡ് ആയിട്ടുള്ള കൺവെൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയും നമ്മൾക്ക് ഒരു ആർബിട്രറി ലിംഗ്വിസ്റ്റിക് സൈൻ ആയിട്ട് കാണാം. കാരണം ഈ ഭാഷ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ജെസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്നു, സ്വപ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതൊരു വലിയ ഒരു എൻറ്റിറ്റിയാണ്, അല്ലെ? അത് നമ്മൾക്ക് അങ്ങനെ ഭാഷയിലോട്ടൊന്നും ഒതുക്കി നിർത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതൊരു കൾച്ചറലി ഡിഫൈൻഡ് കൺവെൻഷൻ ആണ്. ഒരു പക്ഷെ ഇതൊരു ചോദ്യമായിട്ട് വരാം. ചൈനീസ് പേഴ്സൺ ബോയിങ് ടു എൻ എംബറർ, ആ ഒരു ആക്ട് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ടാണ്? അതൊരു കൾച്ചറലി ഡിഫൈൻഡ് കൺവെൻഷൻ ആയിട്ടാണ് ഇവിടെ ഫെർഡിനാൻഡ് ഡി സൊഷോർ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് അദ്ദേഹം മറ്റൊരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ സൊഷോർ കൊടുക്കുന്ന എക്സാമ്പിൾസ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളത് നോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഫ്രഞ്ച് വേർഡ്സ് ഫോർ സിസ്റ്ററിനുള്ള ഫ്രഞ്ച് വേർഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഓക്സ് എന്ന് പറയുന്നതിന്റെ ആ ഒരു വേർഡാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ വേർഡും ഇതിന്റെ ഈ ഒരു ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ ആർബിട്രറിനെസ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ സിസ്റ്ററും ഓക്സും കൂടി അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പോകേണ്ട, ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പിന്നെയും പറയുന്നത്. ഈ 2 വാക്കുകളൊന്ന് ഓർത്തിരിക്കുക. ഫ്രഞ്ച് വേർഡ്സ് ഫോർ സിസ്റ്റർ ആൻഡ് ഓക്സ്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ട മറ്റൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ്, അല്ലെ? സ്കെയിൽസ് എന്നാണ് പറയുന്നത്. സ്കെയിൽസ് ആ കയ്യിലിരിക്കുന്ന ആ ഒരു എന്താണ് അതിന് പറയുന്നത്, അതിനെയാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സിമ്പിൾ ആണ്, അല്ലേ? അത് സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ്. അതിനെ സ്കെയിൽസ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്കെയിൽസ്. ഓക്കെ, സ്കെയിൽസ്. അപ്പോൾ ഈ സ്കെയിൽസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സ്കെയിൽസ് എന്ന് നിങ്ങൾ ഓർത്തെഴുതും. സ്കെയിൽസ് എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രീനെ ഞാൻ വിശേഷിപ്പിച്ചതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ഈ ഒരു സിമ്പിൾ ഇവിടെ സെമിയോട്ടിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ സിമ്പിൾ ആണ്, ഇതൊരു വാക്കല്ല, അല്ലെ? ഈ സ്കെയിൽസ് എന്ന് പറയുന്നത് ബാലൻസ്, നേരത്തെ പറഞ്ഞു ഇക്വാളിറ്റി ബിഫോർ ലോനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ജസ്റ്റിസുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമില്ലേ? സ്കെയിൽസ് എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആർബിട്രറി കണക്ഷൻ ആണോ ഇവിടെ കാണാൻ സാധിക്കുന്നത്, അതോ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയൂ, ബന്ധമുണ്ടോ? പറയൂ. സ്കെയിൽസ് എന്ന് പറയുന്നത് യെസ്, ബന്ധമുണ്ട്, അല്ലേ? ബന്ധമുണ്ട്. കാരണം അവിടെ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്ന സ്കെയിലാണ്. സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഒരു ആ ബാലൻസ് ഇല്ലേ, ആ ബാലൻസ് ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. റിലേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ആർബിട്രറി ആണോ?
അല്ല, അല്ലെ? അത് കുറച്ച് അത്രത്തോളം നേരത്തെ പറഞ്ഞ ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഭവമല്ല. ഇപ്പൊ ആപ്പിളിനെ ഞാൻ ആപ്പിൾ എന്ന് വിളിച്ചു, അവിടെ ഒരു ബന്ധവുമില്ല. പൂച്ചയെ ഞാൻ പൂച്ച എന്ന് വിളിച്ചു, ഒരു ബന്ധവുമില്ല. സിസ്റ്ററിനെ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ഓക്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു കാര്യത്തിൽ വരുമ്പോ, അല്ലേ? ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഇത്തിരി വ്യത്യസ്തമാണ്. ഒരു കണക്ഷൻ ഉണ്ട് എന്നതാണ് നോട്ട് ആർബിട്രറി. ഓക്കെ, നോട്ട് ആർബിട്രറി. ഇപ്പൊ ഞാൻ ഈ ഒരു സിമ്പിൾ മാറ്റിയിട്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അങ്ങനെയാണ്. ഒരു ചാരിയറ്റ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ഓഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു ചാരിയറ്റ് ആണ് പ്ലേസ് ചെയ്തിരുന്നതെങ്കിൽ അതെന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? അതെന്തെങ്കിലും സൂചിപ്പിക്കുമോ? ജസ്റ്റിസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ചാരിയറ്റിന്? ഒരു രഥത്തിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഉണ്ടോ? ഇല്ല അല്ലേ? അതെ, അതാണ്. The scales as a symbol of justice are seen as having stronger connection to the concept of justice than a chariot, making it less arbitrary in this specific context. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത് വി കനോട്ട് റാൻഡംലി ചേഞ്ച് സിഗ്നിഫയേഴ്സ് ആസ് പെർ അവർ വിഷ് വിത്തിൻ എ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. അപ്പോ ഈ ആർബിട്രറിനെസ് ഒക്കെ ഭാഷയ്ക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് മാങ്ങയെ തേങ്ങ എന്നും തേങ്ങയെ മാങ്ങ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സിഗ്നിഫയറും സൈനും അല്ലെങ്കിൽ സിഗ്നിഫൈഡും സൈനും തമ്മിൽ ഒരു ബന്ധം ആർബിട്രറി ആണ് എന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്ക് എന്തിനേയും എന്തും വിളിക്കാം എന്നല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൊളാപ്സ് ആകും, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, അല്ലെ? എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ വേർഡിനെ നമ്മൾ എന്ത് പറയും? നിങ്ങൾ ഈ വാക്കുകളൊന്ന് പറയാവോ? ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ആ ഒരു സൗണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലോട്ട് എന്തെങ്കിലും വീഴുമ്പോൾ വരുന്ന സൗണ്ട്, ബലൂൺ പൊട്ടുമ്പോൾ ഉള്ള സൗണ്ട്, എന്താണ് അതിന് പറയുന്നത്? ആ വേർഡ്സ് ഒന്ന് കമന്റ് ചെയ്യൂ. ഫാസ്റ്റ്. അതെ, സ്പ്ലാഷ്. രണ്ടാമത്തത് സ്പ്ലാഷ് ആണ്. ഫസ്റ്റ് എന്താണ്? ടിപ്പ് ടിപ്പ് ടിപ്പ്. എന്താണ് അതിന് പറയുന്നത്? ഡ്രിപ്പ്, അല്ലെ? ഫസ്റ്റ് ഡ്രിപ്പ് ആണ്. ഡ്രിപ്പ്, DRIP. പിന്നെ ഈ ലാസ്റ്റ് വൺ എന്താണ്? ആ സൗണ്ട് എന്താണ്? പൊട്ടുമ്പോൾ വരുന്ന സൗണ്ട് എന്താണ്? ബലൂൺ പൊട്ടുമ്പോൾ ബേസ്റ്റിനേക്കാളും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത് പോപ്പ്, അല്ലെ? പോപ്പ്. അതെ, ഒരുപാട് വേർഡ്സ് നമുക്ക് കൊടുക്കാം. ആ സൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വേർഡ്സ് ആണ് നമുക്ക് ഇപ്പോ ആവശ്യം. ഓക്കെ, അതെ, പോപ്പ്. ഈ ആർബിട്രറി നേച്ചറിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇവിടെ അദ്ദേഹം ഈ എക്സാമ്പിൾസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അദ്ദേഹം ഈ എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ല. ഇത് ഓണമെറ്റോപോയിക് ആയിട്ടുള്ള വേർഡ്സ് ആണ്, അല്ലെ? ഇപ്പൊ ഡ്രിപ്പ് ആണെങ്കിലും ആ ഒരു സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സ്പ്ലാഷ് ആണെങ്കിലും, അല്ലെ? അതുപോലെ തന്നെ പോപ്പ് ആണെങ്കിലും ഒക്കെ ഓണമെറ്റോപോയിക് ആണ്. Words that are formed by the sounds associated with the object they denote. അത് ആർബിട്രറി അല്ല, ഒരു കണക്ഷൻ ഉണ്ട്, അല്ലേ? അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഡ്രിപ്പ് ആണെങ്കിലും സ്പ്ലാഷ് ആണെങ്കിലും പോപ്പ് ആണെങ്കിലും ഓണമെറ്റോപോയിക് ആണ്. അതൊരു കണക്ഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള വാക്കുകൾ വളരെ കുറവാണ്. ഈ ഓണമെറ്റോപോയിക് ആയിട്ടുള്ള വാക്കുകൾ കുറച്ചേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഇൻട്രിൻസിക് റിലേഷൻ കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു എക്സാമ്പിളിലോട്ട് പോകുന്നു. ഇത് സോഷറിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് ഫെർഡിനാൻഡ് ഡി സോഷർ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫ്രഞ്ച് വേർഡ്സ്, ഈ FOUET എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ നോക്കിയിരുന്നു. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഫുഷ്. ഇങ്ങനെ ഈ വിപ്പില്ലേ, നമ്മൾ ഈ ചാട്ടവാറല്ലേ, അതിങ്ങനെ അടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ? ഇങ്ങനെ വീശി അടിക്കുമ്പോൾ വരുന്നൊരു സൗണ്ട്. ആ ഒരു സൗണ്ട്, ആ ഓണമെറ്റോപോയിക് ആയിട്ടാണ് ഈ വിപ്പിന്റെ ഫ്രഞ്ച് വേർഡ് കേൾക്കാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ ഈ ഗ്ലാസ് എന്നുള്ളത്, ഗ്ലാസ് എന്നല്ല അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഗ്ല ഗ്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് വിപ്പ് ചാട്ടവാർ എന്ന രീതിയിൽ അതിനെ വീശുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതുപോലെ ഈ നെൽ എന്നുള്ളത് എന്നുള്ളൊരു സൗണ്ടാണ്, അത് ബെല്ലാണ്. അത് ശരിക്കും ഒരു ട്രംപറ്റിന്റെ സൗണ്ട്, ഇത് ബെല്ലിന്റെ സൗണ്ടിനെയാണ് ഈ നെൽ എന്ന് പറയുന്നത്, മണി അടിക്കുക എന്നുള്ള സൗണ്ടാണ്. പക്ഷെ അതിന്റെ ഒറിജിൻ വ്യത്യസ്തമാണ്, ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ ഫെർഡിനാൻഡ് ഡി സൊഷോർ ഈ 2 എക്സാമ്പിൾസ് എന്തിന് കോട്ട് ചെയ്തു എന്നതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 2 സൗണ്ടും കേൾക്കുമ്പോൾ ഇത് ഓണോമറ്റോപോയിക് വേർഡ്സ് ആണ് എന്ന് നമുക്ക് തോന്നും, അല്ലെ? ഇപ്പൊ വിപ്പിന്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ പറഞ്ഞു, അതിങ്ങനെ ചാട്ടവാർ വീശുമ്പോൾ കേൾക്കുന്ന സൗണ്ട് പോലെ തോന്നുന്നു. അതുപോലെ ഗ്ല എന്നുള്ളത് മണിയടിക്കുന്ന ശബ്ദവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതെ 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 റബീന, കറക്റ്റ് ആണ്, നമ്മളുടെ എലിജിയിലുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സൗണ്ട് പോലെ തോന്നുന്നു. പക്ഷെ ഈ വാക്കുകളുടെ ഒറിജിൻ എടുത്ത് നോക്കുമ്പോൾ ഈ വിപ്പ് എന്ന് പറയുന്ന ഈ FOUET എന്ന് പറഞ്ഞ ഫൊഷ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ശരിക്കും ഒരു ട്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൗണ്ടാണ്. അപ്പോൾ അതും ഇതും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. ആ ആർബിട്രറി നേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സംഭവം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഗ്ല എന്ന് പറയുന്നത് ശരിക്കും ട്രംപറ്റിന്റെ സൗണ്ടാണ്. ഇവിടെ അത് ബെല്ലിന്റെ സൗണ്ട് ആയിട്ടാണ് പറയുന്നത്. അത് ട്രംപറ്റിന്റെ സൗണ്ടാണ് അതിന്റെ ഒറിജിൻ. ലാറ്റിൻ ഒറിജിൻ നോക്കുമ്പോൾ അത് ട്രംപറ്റിന്റെ സൗണ്ടാണ്. അപ്പോൾ ശരിക്കും ഒറിജിൻ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇതൊക്കെ എന്താ പറയുന്നത്, ഓരോ കാലഘട്ടം അനുസരിച്ച് ഭാഷയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഓണോമെറ്റോപോയിക് ആയിട്ട് തോന്നുന്ന എല്ലാ വേർഡ്സും ഓണോമെറ്റോപോയിക് അല്ല എന്ന് സൂചിപ്പിക്കാനും കൂടിയാണ് അദ്ദേഹം ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഈ 2 വിപ്പിന്റെയും നെല്ലിന്റെയും എക്സാമ്പിൾ അദ്ദേഹം കൊടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ഓണോമെറ്റോപോയിക് ആയിട്ടുള്ള വേർഡ്സ് എന്തല്ല ഓണോമെറ്റോപോയിക് അല്ല. അതിന്റെ ഒറിജിൻ ട്രേസ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി 2-3 എക്സാമ്പിൾസ് കൂടി പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ബൗ വൗ, ഡോഗിന്റെ സൗണ്ട് തന്നെ ഓണോമെറ്റോപോയിക് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. ഓക്കെ, ബൗ ബൗ എന്ന രീതിയിലാണ് ഡോഗിന്റെ ബാർക്കിംഗ് സൗണ്ട് ആണ്. പക്ഷെ ഫ്രഞ്ചിൽ അത് ഔ ഔ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഓണോമെറ്റോപോയിക് ആണോ? അവിടെയും ഒരു ബന്ധവും ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു സൗണ്ടാണ് പല ലാംഗ്വേജിലും വന്നിട്ടുള്ളത്. ബൗ ബൗ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ഫ്രഞ്ചിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഔ ഔ എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് പീജിയന്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. ഇതും നമ്മളുടെ സോഷോറിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ബൗ വൗവും ഔ ഔ, അതായത് എല്ലാ ഓണോമെറ്റോപോയിക് വേർഡ്സും ഓണോമെറ്റോപോയിക് അല്ല എന്ന് സൂചിപ്പിക്കുക, അവിടെയും ആർബിട്രറിനെസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ തരുന്നത്, ഈ എക്സാമ്പിൾ പറയുന്നത്. എന്നിട്ട് പീജിയന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഈ പീജിയന്റെ ഒറിജിൻ ഓണോമെറ്റോപോയിക് ആണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതും ആർബിട്രറി തന്നെയാണ്. കാരണം പീജിയന്റെ സൗണ്ട് എന്ന് പറയുന്നത് പിപ്പ് പിപ്പ് എന്നാണ്. നമ്മള് പിപ്പ് പിപ്പ് എന്നുള്ളൊരു സൗണ്ടാണ് പീജിയൻ വെക്കുന്നത്. അതിൽ നിന്നും ഈ പീജിയൻ എന്ന വാക്കിലോട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ തന്നെ പിപ്പും പിപ്പ് 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 എന്ന് പറയുന്ന സൗണ്ടും പീജിയനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ആ ഓണോമെറ്റോപോയിക് ആയിട്ടുള്ള എലിമെന്റ് ഇവിടെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ ഓണോമെറ്റോപോയിക് ആയിട്ടുള്ള വേർഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി ഓണോമെറ്റോപോയിക് അല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മളുടെ വിപ്പിന്റെ എക്സാമ്പിൾ ഉണ്ട്, നെല്ലിന്റെ എക്സാമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? പീജന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ബൗ ബൗ, ഔ ഔ. ഓക്കെ, ഇത്രയും എക്സാമ്പിൾസ് ആണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, ഇനി അദ്ദേഹം മറ്റൊരു ഇതിലോട്ട് പോവുകയാണ്, ഇന്റർജെക്ഷൻ ആൻഡ് സോഷ്യൽസ് തിയറി. അതെ, ഗ്ലഗും ടിക് ടോക്കും നമ്മളുടെ ഇതിനകത്ത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലഗും ടിക് ടോക്കും ഈ ഓണോമെറ്റോപോയിക് ആണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആ വാക്കുകൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇന്റർജെക്ഷൻ ആൻഡ് സോഷ്യൽസ് തിയറി.
ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പോൾ ഔച്ച് എന്നൊക്കെ പറയില്ലേ, വാവ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഈ ഇന്റർജെക്ഷനിൽ ആയും ഔച്ചും ആണ് അദ്ദേഹം എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഇന്റർജെക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളാണ് അല്ലേ. ഡയറക്റ്റ് ആയിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾക്ക് പെയിൻ വരികയാണെങ്കിൽ നമ്മൾ ഔച്ച് എന്ന് പറയും, ഫ്രഞ്ചിലാണെങ്കിൽ എന്ന് പറയും. ഇനി വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കമന്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു ആർബിട്രറിനെസ്സിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഔച്ച് പെയിൻ വരികയാണെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സൗണ്ട് ഔച്ച് എന്നായിരിക്കും, ഫ്രഞ്ചിലാണെങ്കിൽ എന്നായിരിക്കും, മലയാളത്തിലാണെങ്കിൽ എന്തായിരിക്കും. അപ്പോൾ ഇവിടെ ആർബിട്രറിനെസ് ആണ്. എല്ലാ ലാംഗ്വേജിലും പല രീതിയിലാണ് പെയിൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അയ്യോ അതെ അതെ അല്ലേ, അങ്ങനെയായിരിക്കും. അപ്പോ എന്തായാലും ആർബിട്രറിനെസ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഇനി നമ്മൾക്ക് പ്രിൻസിപ്പിൾ 2 പോവാം. ഓക്കെ, പ്രിൻസിപ്പിൾ 2 നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം 2 പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ആർബിട്രറിനെസ് ആയിരുന്നു, സൈൻ ഈസ് ആർബിട്രറി. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? സൈൻ ഈസ് ലീനിയർ. സൈൻ ഈസ് ലീനിയർ ആണ് അല്ലെ. സൈൻ ഈസ് ലീനിയർ അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സിഗ്നിഫയർ ഓർ ദ സിഗ്നൽ ഓഫ് ദി സൈൻ ഈസ് ലീനിയർ ഇൻ ക്യാരക്ടർ. ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ലീനിയാരിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ലാംഗ്വേജിൽ വാക്കുകളാണ് ഉള്ളത് അല്ലെ. ഭാഷ എന്ന് പറയുന്നത് വാക്കുകളാണ്. അത് സെന്റൻസുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ നമുക്കറിയാം എന്താണ് നമ്മളുടെ പാറ്റേൺ, SVO, സബ്ജക്ട് വെർബ് ഓബ്ജക്റ്റ് പാറ്റേൺ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ SVO പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇപ്പോ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും എന്താണ് നമ്മൾ SOV പാറ്റേൺ ആണ്, സബ്ജക്ട് ഓബ്ജക്റ്റ് വെർബ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേർഡ്സ് ഒരു സ്പെസിഫിക് ഓർഡറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ ഞാൻ ആപ്പിൾ എന്ന് പറയുകയാണ്, നമ്മൾ ആ വേർഡ്, ഈ ആപ്പിൾ എന്ന് പറയുന്ന അക്ഷരത്തെ, ആപ്പിൾ എന്ന് പറയുന്ന ആ സ്പെല്ലിങ്ങിനെ ഈ ഓർഡറിൽ കാണുമ്പോഴേ നമ്മൾ ആപ്പിൾ എന്ന് വിചാരിക്കുകയുള്ളൂ അല്ലെ. അല്ലാതെ ഞാനിപ്പോ അത് ജമ്പിൾ ചെയ്ത് പല അക്ഷരങ്ങളായിട്ട് ആ ഒരു ഓർഡർ ഉണ്ട്, ആ ഒരു ലീനിയർ പാറ്റേൺ അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി അടുക്കി കൂട്ടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ആപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ആപ്പിൾ എന്ന വാക്കാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഈ ഓരോ ലാംഗ്വേജും ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ സെന്റൻസിന്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇനി അദ്ദേഹം പറയുന്നുണ്ട് ഇത് ലാംഗ്വേജിൽ മാത്രമല്ല, സെമിയോട്ടിക്സ് ആണ്, എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ മ്യൂസിക്കൽ നോട്ട്സ് എടുത്ത് നോക്കുക, അവരും ഒരു ലീനിയർ സീക്വൻസ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ നോട്ട്സിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ സരിഗമ പഥനിസ, അല്ലെങ്കിൽ ഇപ്പോ ഇതിലാണെങ്കിൽ ഡോറേ മീസ അല്ലെ. ആ സംഭവം ഒരു ഓർഡറിലാണ് അത് പോകുന്നത്. ഇതിൽ എനിക്ക് തിരിച്ച് അല്ലെങ്കിൽ പമകരിസ അങ്ങനത്തെ രീതിയിലൊക്കെ വേറെ ഈ താളങ്ങളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെ നമുക്ക് അതിനെല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവും. ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ അത് ഫോളോ ചെയ്യാൻ. അത് മ്യൂസിക്കിലും അത് കാണാം. എന്ത് ലീനിയർ സീക്വൻസ്. ലീനിയർ സീക്വൻസ് എവിടെയും കാണാം. ഇത് നമ്മളുടെ മ്യൂസിക്കിനെ കുറിച്ചുള്ള മെൻഷൻ സോഷോർ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ടില്ല. എക്സാമ്പിൾ ഞാനിപ്പോ കൊടുത്തിട്ടുള്ളതാണ്. മ്യൂസിക്കിന്റെ മെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മ്യൂസിക്കൽ നോട്ട്സിലും ഈ ലീനിയർ സീക്വൻസ് നമ്മൾക്ക് കാണാം. ഇനി മാത്സിലോട്ട് വരട്ടെ. മാത്സിന്റെയും കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. മാത്സിൽ നമ്മൾക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു എന്താണ് ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു ലീനിയാരിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു ഓർഡറിൽ ചെയ്താൽ മാത്രമേ നമ്മൾക്ക്, അല്ലാതെ 2+3 × 4 എന്നുള്ളതും 2+3 ഇങ്ങനെ ബ്രാക്കറ്റ് × 4 എന്നുള്ളതിന്റെയും നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾക്ക് ആൻസേഴ്സ് കിട്ടും. പക്ഷെ ആ ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഒരു ലീനിയർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ലീനിയർ സീക്വൻസ് ആണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മ്യൂസിക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു, മാത്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു, വേർഡ്സിന്റെ എക്സാമ്പിളും പറഞ്ഞു. ഇതൊക്കെ ഓഡിറ്ററി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി അദ്ദേഹം പറയുകയാണ്
വിഷ്വൽ സൈനും ഓഡിറ്ററി സൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഭാഷ എന്ന് പറയുമ്പോൾ ഓഡിറ്ററി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഓഡിറ്ററിയും വിഷ്വലും ഉണ്ട്, എന്നാൽ പോലും ഓഡിറ്ററി എന്ന രീതിയിൽ നമുക്ക് കാണാം. സൗണ്ട് എന്ന് പറയുമ്പോൾ ഓഡിറ്ററി ആണ്. ഇനി വിഷ്വൽ സയൻസും ഓഡിറ്ററി സയൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷ്വൽ സയൻസിൽ അത് പറ്റില്ല. കാരണം വിഷ്വൽ സയൻസ് എന്ന് പറയുമ്പോൾ അത് 3 ഡയമെൻഷനൽ ആണ്. വിഷ്വൽ സയൻസ് എന്താണ്? 3D ആണ്. 3 ഡയമെൻഷനൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ട സിമ്പിൾസ് എന്നൊക്കെ പറയുന്നത് 1 ഡയമെൻഷനൽ ആണ്. ഇപ്പൊ ആപ്പിൾ എന്ന വാക്കാണെങ്കിലും മ്യൂസിക്കിലെ നോട്ട്സ് ആണെങ്കിലും മാത്സിലെ ഇക്വേഷൻ ആണെങ്കിലും 1 ഡയമെൻഷനൽ ആണ്. 1 ഡയമെൻഷനൽ ആണ്. വിഷ്വൽ സയൻസ് അങ്ങനെയല്ല. വിഷ്വൽ സയൻസ് അങ്ങനെയല്ല എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ട്രാഫിക് ലൈറ്റിന്റെ എക്സാമ്പിൾ അദ്ദേഹം കൊടുത്തിട്ടില്ല, നമ്മളിവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്. വിഷ്വൽ സൈൻ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ നോക്കൂ. ഈ ട്രാഫിക് ലൈറ്റിൽ ഞാൻ പറയുകയാണ്, ഞാൻ റെഡ് ലൈറ്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ഹോൾ എൻറ്റിറ്റി ആയിട്ടാണ് കാണേണ്ടത് അല്ലേ. ട്രാഫിക് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിഗ്നൽ ഫോളോ ചെയ്യുന്നത് ആ ട്രാഫിക് ലൈറ്റിലെ എല്ലാ കളേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത് അല്ലേ. ആസ് എ ഹോൾ അല്ലേ നമ്മൾ എടുക്കുന്നത്? പറയൂ അല്ലേ. ഇപ്പൊ ഒരു ഫ്ലാഗ് ആണെങ്കിലും അതിലെ അശോക ചക്രത്തിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇപ്പൊ ഒരു സ്റ്റോപ്പ് സൈൻ ആണ്. സ്റ്റോപ്പ് സൈനിൽ ഒരാൾ നടന്നു പോകുന്നു, അതുമേൽ ഒരു കട്ടുള്ള ഒരു സ്റ്റോപ്പ് സൈൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ പറയുകയാണ് ഞാൻ നടന്നു പോകുന്നതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുകയുള്ളൂ, കട്ട് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വരുമ്പോൾ വരെ ഞാൻ ചിലപ്പോൾ നടന്നു പോയെന്ന് വരാം, എന്നിട്ട് ആക്സിഡൻസ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഒരു സൈൻ വിഷ്വൽ സൈൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അത് ഫ്ലാഗ് ആണെങ്കിലും ട്രാഫിക് ലൈറ്റ് ആണെങ്കിലും ഒരു സ്റ്റോപ്പ് സൈൻ ആണെങ്കിലും അത് മൾട്ടി ഡയമെൻഷനലി എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. മൾട്ടി ഡയമെൻഷനൽ ആണ്. ഇപ്പൊ ഫ്ലാഗ് എന്താ പറയുക, ഹോയിസ്റ്റ് ചെയ്ത ഫ്ലാഗ് ആണെങ്കിലും ഹോയിസ്റ്റ് ചെയ്യാത്ത ഫ്ലാഗ് ആണെങ്കിലും അത് ഫ്ലാഗ് ആണ് അല്ലേ. അതിന് നമ്മൾ ആ ഹോളായിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇപ്പൊ ട്രാഫിക് ലൈറ്റ് ആണെങ്കിലും ഏത് ലൈറ്റ് തെളിഞ്ഞാലും അത് ട്രാഫിക് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി കുറച്ച് ഞാൻ എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു പെയിന്റിങ് കാണുന്നു, നിങ്ങൾ രാജാ രവിവർമ്മയുടെ പെയിന്റിങ് കാണുകയാണ്. അപ്പോൾ ആ ഒരു പെയിന്റിങ്ങിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആസ് എ ഹോൾ എടുത്തുകൊണ്ടല്ലേ, അതിനൊരു ഹോൾ എൻറ്റിറ്റി ആയിട്ട് കണ്ടുകൊണ്ടല്ലേ. പറയൂ, അങ്ങനെയല്ലേ. അതുപോലെ തന്നെ ഒരു ചെസ് ബോർഡ് ആണ് എന്ന് വിചാരിക്കുക. ഒരു ചെസ് ബോർഡ് ആണെങ്കിൽ ഞാൻ അതിൽ വൈറ്റ് കോളംസ് മാത്രമേ നോക്കുകയുള്ളൂ, വൈറ്റ് ബോക്സിൽ ഇരിക്കുന്ന കോയിൻസിന് മാത്രമായിരിക്കും ഫോക്കസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം കളിക്കാൻ പറ്റുമോ? ഇല്ല. ആ എൻറ്റയർ ബോർഡും എല്ലാ പീസസിനെയും എനിക്ക് ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് ആ കളി കളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മാപ്പ്, ഒരു സ്പേസിന്റെ ഇൻഫർമേഷൻ ആണ് മാപ്പിൽ കൊടുത്തിട്ടുണ്ടാവുക. അത് വളരെ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഇന്ത്യയുടെ ബൗണ്ടറി ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫുൾ അതിനെ ഹോൾ എൻറ്റിറ്റി ആയിട്ട് കാണണം അല്ലേ. അപ്പോൾ വിഷ്വൽ സൈനില് എന്താണ്? വിഷ്വൽ സൈനിൽ നമ്മൾ അതിനെ ഹോൾ എൻറ്റിറ്റി ആയിട്ടാണ് കാണേണ്ടത്. ഓഡിറ്ററിയും വിഷ്വൽ സൈനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഓഡിറ്ററിയും വിഷ്വൽ സൈനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഓഡിറ്ററിയും വിഷ്വൽ സൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? ഓഡിറ്ററിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓഡിറ്ററി ലിംഗ്വിസ്റ്റിക് സൈനിലാണ്. കാരണം ലാംഗ്വേജ് അല്ലേ. ഓഡിറ്ററി ലിംഗ്വിസ്റ്റിക് സൈനിനാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഈ 2 വരികൾ ഇതേപടി പഠിച്ചു വെക്കുക. ഇതിന്റെ മീനിങ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, അതായത് ഇറ്റ് ഓക്യുപ്പൈസ് എ സർട്ടൻ ടെമ്പറൽ സ്പേസ്. ദിസ് സ്പേസ് ഈസ് മെഷർഡ് ഇൻ ജസ്റ്റ് 1 ഡയമെൻഷൻ. ഇറ്റ് ഈസ് എ ലൈൻ, ലീനിയർ. ആ ലീനിയർ ആയിട്ടുള്ള സീക്വൻസ് ആണ് ബിയിൽ കൊടുത്തിട്ടുള്ളത്. ആ ടെമ്പറൽ സ്പേസ് എന്ന് പറയുന്നത് അതിന് ഓരോ കാര്യത്തിന് ഒരു ഓർഡർ ഉണ്ട് അല്ലെ. ഒരു ഓർഡറിൽ വേണം നമ്മൾ അത് ഫോളോ ചെയ്യാൻ. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ലാംഗ്വേജിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക. ടെമ്പറൽ സ്പേസ് കീവേഡ് ആണ്. ഇറ്റ് ഓക്യുപ്പൈസ് എ സർട്ടൻ ടെമ്പറൽ സ്പേസ്.
ടെമ്പറൽ സ്പേസ്. ആൻഡ് ഈ സ്പേസ് എങ്ങനെയാണ്? ഒരു ഡയമെൻഷനിലാണ് മെഷർ ചെയ്യപ്പെടുന്നത്. ലീനിയർ. ഇറ്റ് ഇസ് എ ലൈൻ. വൺ ഡയമെൻഷൻ. ഇറ്റ് ഇസ് എ ലൈൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഒരു പോയിന്റ് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഡിഫറൻഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ. ഈ ഡിഫറൻഷ്യൽ റിലേഷൻഷിപ്പ്, ഈ ഹെഡിങ് ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ഓർക്കണമല്ലോ. ഡിഫറൻഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ, അതായത് ഒരു സൈനിന്റെ മീനിങ്, അതൊരു കോൺട്രാസ്റ്റിലാണ് അതിന് മീനിങ് കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് മറ്റൊരു വേർഡിന്റെ നിന്നും വ്യത്യസ്തമാകുമ്പോഴാണ്. ഇപ്പൊ ക്യാറ്റ് ആകുന്നത് ഡോഗ് അല്ലാത്തത് കൊണ്ടാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് അല്ല, ഞാൻ ജസ്റ്റ് കൊടുക്കുവാണ്. ക്യാറ്റ് ആകുന്നത് ഡോഗ് അല്ലാത്തത് കൊണ്ടാണ്. കോൺട്രാസ്റ്റിലല്ലേ, ഡോഗുമായിട്ടുള്ള കോൺട്രാസ്റ്റിലാണ് ക്യാറ്റ് ആകുന്നത്. ഇനി കോൾഡ് ആകുന്നത് ഹോട്ട് അല്ലാത്തത് കൊണ്ടാണ്. ഡിഫറൻഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഹോട്ടും കോൾഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ്. അതൊരു കോൺട്രാസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോൺട്രാസ്റ്റ്. ഒരു കോൺട്രാസ്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ക്യാറ്റ് ആകുന്നത് ഡോഗ് അല്ലാത്തത് കൊണ്ടും കോൾഡ് ആകുന്നത് ഹോട്ട് അല്ലാത്തത് കൊണ്ടും ആണ് എന്ന് പറയുന്നു ഡിഫറൻഷ്യൽ റിലേഷൻഷിപ്പ്. അവിടെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാം, ഒരു മാത്സിന്റെ ഇതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യാം. therefore മീനിങ് ഈസ് റിലേഷണൽ. ഓക്കെ, ഒരു വേർഡിനും ഒറ്റയ്ക്കായിട്ട് നിന്നൊരു മീനിങ് കണ്ടെത്താനായിട്ട് പറ്റില്ല. ഐസൊലേറ്റഡ് ആയിട്ട് ക്യാറ്റ് നിന്നുകൊണ്ട് ഒരു മീനിങ് കണ്ടെത്തുന്നില്ല. അതെ, ഐസൊലേറ്റഡ് ആയിട്ട് ഗേൾ നിന്നുകൊണ്ട്, ഗേൾ ആകുന്നത് ബോയ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഐസൊലേറ്റഡ് ആയിട്ട് ഗേളിനൊരു മീനിങ് ഇല്ല. മീനിങ് ഈസ് റിലേഷണൽ. Word's meaning is not inherent in the word itself, but it arises from its relationship to other words. We understand what cat means because it is not dog, അല്ലെങ്കിൽ ട്രീ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹൗസ് അല്ലാത്തത് കൊണ്ട്. സോ മീനിങ് ഈസ് റിലേഷണൽ. അപ്പോൾ നമ്മുടെ സോഷ്യൽ കൺക്ലൂഡ് ചെയ്തു, മീനിങ് ഈസ് റിലേഷണൽ. നോ വേർഡ് ക്യാൻ ഹാവ് എനി മീനിങ് ഇൻ ഐസൊലേഷനിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു വേർഡിനും ഒരു മീനിങ്ങും ഇല്ല. മീനിങ് ഈസ് ഓൺലി ഡിറൈവ്ഡ് ഇൻ റിലേഷൻ ടു അതർ സൈൻസ് ഓർ വേർഡ്സ്. Meaning is only derived in relation to other signs or words. Okay, meaning is derived in relation. Meaning is relational to other signs or words. Okay, അപ്പോൾ ഇനി കുറച്ച് 2-3 പോയിന്റ്സ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഇട്ടേക്കാം. അതിന്റെ ആവശ്യമേ ഉള്ളൂ. മാക്സിമം ഈ ഒരു എസ്സേയിൽ, ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. സോഷോർ കൊടുത്തിട്ടുള്ളതും നമ്മളുടേതായിട്ടുള്ള എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എന്ത് പറയുന്നു? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.